നമസ്കാരം. അറവുശാലകൾ നഗരാതിർത്തിക്ക് പുറത്തേക്ക് മാറ്റുവാൻ നഗരത്തിനകത്ത് അറവുശാലകൾ, അത് ലൈസൻസ് ഉള്ളതോ ഇല്ലാത്തതുമായ എല്ലാ അറവുശാലകളും അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഹരിദ്വാർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണസമിതി. ആ തീരുമാനം മേയർ കിരൺ ജയ്സ്വാൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഹരിദ്വാറിൽ നിന്നും, പുണ്യഭൂമിയായ ഹരിദ്വാറിൽ നിന്നും, ഹരിദ്വാർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അധികാര പരിധിക്ക് പുറത്തേക്ക് ഈ അറവുശാലകളെല്ലാം മാറ്റുകയാണ്, മാംസ വിൽപ്പനശാലകളെല്ലാം മാറ്റുകയാണ്. ഇങ്ങനെ ഈ കടകളെല്ലാം മാറ്റാനായി സമീപത്തെ സരായ് ഗ്രാമത്തിൽ 57 കടകൾ നിർമ്മിച്ചിട്ടുണ്ട്. വെറുതെ ഈ മാംസ വിൽപ്പനശാലകൾ അല്ലെങ്കിൽ അറവുശാലകൾ അവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയല്ല, ഉത്തരവാദിത്വത്തോടു കൂടി അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സാരായി ഗ്രാമത്തിൽ 57 കടകൾ ഇതിനായി സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷൻ നിർമ്മിക്കുന്നു. ആ കടകളിലേക്ക് ഈ മാംസ വിൽപ്പനശാലകളെ, അറവുശാലകളെ ഹരിദ്വാർ മുനിസിപ്പൽ കോർപ്പറേഷൻ മാറ്റുകയുമാണ്. ഈ നടപടി അവിടെ നടക്കാൻ പോകുന്ന അർദ്ധ കുംഭമേളയോടനുബന്ധിച്ചിട്ടാണ്. ഏതാനും മാസങ്ങൾക്കകം തന്നെ അവിടെ അർദ്ധ കുംഭമേള നടക്കും. ആ അർദ്ധ കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും പങ്കെടുക്കാൻ പോകുന്നത്. പുണ്യസ്നാനം നടത്താനായി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി എത്തുന്ന ഈ ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്താൻ രീതിയിലാണ് ഈ അറവുശാലകൾ പ്രവർത്തിക്കുന്നത്. അവ വളരെ തുറന്ന് ഒരു പരിസരത്ത് തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അറവുശാലകളിൽ ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമുണ്ട്, അധികൃതമായിട്ടുള്ളതും അനധികൃതമായിട്ടുള്ളതുമായ അറവുശാലകളുണ്ട്. ഇതെല്ലാം ക്ഷേത്ര നഗരിയിൽ ഇങ്ങനെ കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ആ നഗരത്തിലേക്ക് തന്നെ കുംഭമേള വരുന്നു. അതുകൊണ്ട് തന്നെ വിദേശത്തെയും സ്വദേശത്തെയും ഭക്തരുടെ വികാരങ്ങൾ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അറവുശാലകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത് എന്നാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നത്. നേരത്തെ തന്നെ ഈ ഹർക്കിപുരിയുടെ ഏതാണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിൽ മാംസാഹാര വിൽപ്പനയോ മത്സ്യം, മുട്ട എന്നീ നോൺ വെജ് വിഭവങ്ങളുടെ വിൽപ്പനയോ പാടില്ല എന്ന് കൃത്യമായി തന്നെ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ഇപ്പോൾ നഗര അതിർത്തിക്ക് പുറത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. നടക്കാൻ പോകുന്ന കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ നഗര അതിർത്തിക്ക് പുറത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഹരിദ്വാർ മുനിസിപ്പൽ കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. ഹരിദ്വാർ ഒരു പുണ്യനഗരിയാണ്, ക്ഷേത്ര നഗരിയാണ്. ധാരാളം ക്ഷേത്രങ്ങൾ, പുരാതനമായ ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. ഈ പറയുന്ന കുംഭമേള പോലെ അല്ലെങ്കിൽ പുണ്യസ്നാനം നടത്തുന്നതിനൊക്കെയായി വർഷം തോറും ധാരാളം ഭക്തന്മാർ അവിടേക്ക് എത്തിച്ചേരാറുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഹരിദ്വാറിലേക്ക് ആളുകളുടെ ഒഴുക്ക് അത് ഉണ്ടാകാറുണ്ട്. അതൊരു ക്ഷേത്ര നഗരിയാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു അർദ്ധ കുംഭമേള നടക്കാൻ പോകുന്നത്. ആ അർദ്ധ കുംഭമേളയ്ക്ക് നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ ഉണ്ടായ ജനപങ്കാളിത്തം, കുംഭമേളയ്ക്ക് അനുകൂലമായി ഈ രാജ്യത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും വലിയ അനുഭാവപൂർണമായ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാഗ്രാജ് കുംഭമേളയിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് പുണ്യസ്നാനത്തിനായി എത്തിയത് എന്ന് നമുക്കറിയാം. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ പോലും നടന്ന കുംഭമേളയിൽ 10,000 ജനങ്ങൾ പങ്കെടുത്തു. ജനസാന്നിധ്യം കൊണ്ട് തന്നെ വലിയ വിജയമാകുന്നു രാജ്യത്ത് നടക്കുന്ന കുംഭമേളയിൽ. അതുകൊണ്ട് തന്നെ അർദ്ധ കുംഭമേള ഹരിദ്വാറിൽ വെച്ച് നടക്കുമ്പോൾ തീർച്ചയായും വലിയ ഭക്തജന പങ്കാളിത്തം ഉണ്ടാകുമെന്ന് അധികൃതർ കണക്ക് കൂട്ടുന്നുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നതിനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഇപ്പോൾ തന്നെ ഹരിദ്വാറിൽ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നഗരപ്രദേശത്ത് നിന്നും മാംസ വിൽപ്പനശാലകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റുന്നത്, സാരായി ഗ്രാമത്തിലേക്ക് മാറ്റുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.